ഒടുവിൽ ആശമാരുടെ വിരമിക്കൽ പ്രായം 62 നിന്ന് 65 ഉയർത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങി പിണറായി സർക്കാർ. കേന്ദ്രം തരാനുള്ള തുകയ്ക്കു വേണ്ടി സംസ്ഥാന സർക്കാരിനോട് യാതൊരു സന്ധ്യവുമില്ലാത്ത സമരം ചെയ്യുകയായിരുന്നു ഈ കഴിഞ്ഞ 2 മാസമായി ആശമാർ. പിണറായി വിജയനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ഉൾപ്പെടെ എന്തൊക്കെ അസഭ്യങ്ങളാണ് പൊതുനിരത്തിലിരുന്ന് വിളിച്ചു പറഞ്ഞതെന്ന് ഓരോ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴും ഓർക്കണം. കേന്ദ്രമന്ത്രിയെ 2 പ്രാവശ്യമാണ് വീണ ജോർജ് കണ്ടത്. ആശമാരെ സ്ഥിരം തൊഴിലാളികളാക്കി തരാനും അതുവഴി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനുമുള്ള വഴി തുറന്നു തരാനും വേണ്ടി വീണ ജോർജ് പല കുറി നദ്ദയോട് സമ്മർദ്ദം ചെലുത്തി. ഒരു ചുക്കും കേരളത്തിലെ ആശമാർക്ക് തരാൻ ഇനിയില്ല എന്ന് കേന്ദ്രം ഉറപ്പിച്ചു പറഞ്ഞു. സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്ന് മണിമുറ്റത്താവണി പന്തലും പാടി തിരിച്ചു പോയപ്പോൾ ആശമാർക്ക് അത് മാത്രം മതിയെന്നായി. ആശമാരുടെ നേതാവ് കളിക്കുന്ന മിനിക്ക് കൈ നിറയെ കാശു കിട്ടി. രംഗത്തിറക്കിയ ആശമാർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ അഭിനയിച്ച് തകർത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തൊക്കെ സമര കോലാഹലങ്ങളാണ് നടത്തിയത്. ഇതൊക്കെ ഇപ്പോൾ അനുവദിച്ചു തന്നത് സമരം ചെയ്യുന്നത് കൊണ്ടാണെന്ന് കരുതിയെങ്കിൽ ആശമാർക്ക് ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സ്വന്തം പാർട്ടി അവരുടെ തൊഴിലാളികൾക്ക് എത്ര ചെറിയ വിഭാഗമാണെങ്കിൽ പോലും അനുഭാവപൂർവമായ സമീപനം നടത്തുന്നതിന്റെ നേർക്കാഴ്ചയാണ്. ആശമാരെ വീണ്ടും ദയാപൂർവം ചേർത്ത് പിടിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാർ തരാനുള്ള പല ആനുകൂല്യങ്ങൾക്കും വേണ്ടി സംസ്ഥാന സർക്കാരിനോട് നീണ്ട 2 മാസത്തിനിപ്പുറവും സമരം ചെയ്യുന്ന ആശമാരോട് കടുത്ത വിദ്വേഷമാണ് പൊതുജനത്തിനിടയിൽ നിന്ന് പോലും ഉയരുന്നത്. എങ്കിലും പിണറായി സർക്കാർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനോട് കാണിക്കുന്ന അനുഭാവപൂർവമായ സമീപനം തന്നെയാണ് ചെറിയൊരു വിഭാഗം ആശാ തൊഴിലാളികളാണെങ്കിലും ഇവരോട് ഇതുവരെയും ഇപ്പോഴും കാണിക്കുന്നത്. സമരം തുടങ്ങുന്ന സമയത്തുള്ള ആശമാരുടെ ആവശ്യങ്ങൾ ഓണറേറിയം 21,000 രൂപയാക്കി കൂട്ടണമെന്നും അവർക്ക് വിരമിക്കൽ പ്രായം 62 നിന്ന് 65 ആക്കി മാറ്റണമെന്നും വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകുന്നതിനോടൊപ്പം പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്നും ഉള്ളതായിരുന്നു. ഇതിൽ ആശമാർക്ക് നൽകാനുണ്ടായിരുന്ന തുക സമരം തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ നൽകുകയുണ്ടായി. ഇതിനു പുറമെ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ പരിഹാരം കാണുകയും മറ്റു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയും 5 പ്രാവശ്യം ആശമാരുമായി ചർച്ച നടത്തുകയും കേന്ദ്ര സർക്കാരിനെ 2 പ്രാവശ്യം കാണുകയും ഉൾപ്പെടെ ആശമാരെ ഏറ്റവും ദയാവായ്പോടെ ചേർത്ത് പിടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. എന്നാൽ മറ്റു പാർട്ടിക്കാരുടെ അച്ചാരം വാങ്ങിയിട്ട് പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഗൂഢലക്ഷ്യവുമായി സമരപ്പന്തൽ കെട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നവർക്ക് യാതൊരുവിധ അനുനയത്തിനും തയ്യാറായിരുന്നില്ല. കാര്യങ്ങൾ പഠിച്ച് നടപ്പിലാക്കാനുള്ള 3 മാസത്തെ സാവകാശം പോലും സംസ്ഥാന സർക്കാരിന് തരാൻ ആശമാർ തയ്യാറായില്ല. കേന്ദ്രത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് കേരളത്തിനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ആശമാർ കൈക്കൊണ്ടത്. മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും പല പ്രാവശ്യം ആശമാർ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിച്ചു. ആശമാർക്ക് സമരപ്പന്തൽ വിട്ട് വീട്ടിൽ പോകാൻ യാതൊരു ലക്ഷ്യവുമില്ല എന്നുള്ള പിണറായിയുടെ വാക്കിനെ പോലും വളരെ രൂക്ഷമായാണ് ആശമാർ വളച്ചൊടിച്ചത്. അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പൗരസാഗരം വഴി സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ നടപടികളും ആശമാർ കൈക്കൊണ്ടു. ഇത്തരത്തിൽ സമരം നടത്തിയ ആശമാർ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇതേ നടപടി കൈക്കൊള്ളണമെന്നുള്ള ആവശ്യമായിരുന്നു പല ഭാഗത്തു നിന്നും ഉണ്ടായത്. 2 മാസത്തിനിപ്പുറവും ആശമാർ സമരം ചെയ്തിട്ടും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ 1 ഇഞ്ച് പോലും തകർക്കാനാകാതിരുന്നതും വലിയൊരു വിഭാഗം തൊഴിൽ ചെയ്യുന്നത് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് ഉതകുന്നതായിരുന്നിട്ടും സർക്കാർ ഇപ്പോൾ ചെയ്തത് ഏറ്റവും അനുഭാവപൂർവമായ പ്രവൃത്തിയാണ്. സമരം ചെയ്യാൻ കൊണ്ടിരുത്തിയവർ പോലും തിരിഞ്ഞു നോക്കാതെ ആയ സാഹചര്യത്തിൽ പിണറായി സർക്കാർ ചെയ്യുന്ന ഈ സഹാനുഭൂതിപരമായ പെരുമാറ്റം ഇനിയെങ്കിലും കണ്ണു തുറന്നു കാണണം. വിളിച്ചു പറഞ്ഞ ആക്ഷേപ വാക്കുകൾക്ക് തിരുത്താൻ പാകത്തിൽ മറുവാക്കുകൾ കണ്ടുവച്ചേക്കണം.